ശരിക്കും യഥാർത്ഥത്തിൽ ഈ സാധാരണ ഒരു കോൺഗ്രസ് പ്രവർത്തകൻ്റെ മനസ്സിൽ ഒരു സംശയം ഉളവട്ടും. അതായത് മെയ് 4-ാം തീയതി തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരാൻ പോവുകയാണ്. അപ്പോൾ ഈ റിസൾട്ട് വരാൻ പോകുന്ന സമയത്ത് ഒരു ആക്രാന്തം പോലെ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള ഈ കിടമത്സരം, ഈ ചക്രത്തി പോരാട്ടം എന്തിന് എന്നവർ ചോദിക്കുന്നുണ്ടെങ്കിൽ അവരെ നമുക്ക് കുറ്റപ്പെടുത്താൻ കഴിയില്ല. അവരെ നമുക്ക് കുറ്റപ്പെടുത്താൻ കഴിയില്ല. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു പുതിയ കാര്യവുമല്ല. ഇതിനു മുൻപും നമുക്കറിയാം, കെ കരുണാകരൻ ലീഡറായി നിന്ന സമയത്തും അദ്ദേഹത്തിന് മുഖ്യമന്ത്രി പദം നഷ്ടപ്പെട്ടതും പിന്നീട് എ കെ ആന്റണി അധികാരത്തിൽ വന്നതും അദ്ദേഹത്തിന് പിന്നീട് ഉമ്മൻചാണ്ടിക്ക് വേണ്ടി വഴിമാറി കൊടുക്കേണ്ടി വന്നതും അങ്ങനെ തർക്കങ്ങളും കുതികാൽ വെട്ടും പിന്നാമ്പുറത്തുള്ള കുത്തുമൊക്കെ കോൺഗ്രസിനെ സംബന്ധിച്ച് അവരുടെ ചരിത്രത്തിന്റെ തന്നെ ഭാഗമായിട്ടുള്ളതാണ്. പക്ഷേ എസ് കെ ഈ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു രംഗം നമുക്ക് ഓർക്കാം. അത് രാഹുൽ ഗാന്ധി ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വേണ്ടി വന്നപ്പോൾ അദ്ദേഹം വേദിയിൽ ഈ പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെ ഇരുത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഒരു ഭാഗം പറഞ്ഞു, ഇനി ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഈ നേതാക്കൾക്ക് വേണ്ടിയല്ല, എന്റെ മുന്നിലിരിക്കുന്ന ജനങ്ങളോടാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം കേരളത്തിലെ 2 സ്വഭാവത്തിലുള്ള നൃത്തങ്ങളെ കുറിച്ച് പറഞ്ഞു, നൃത്തരൂപങ്ങളെ കുറിച്ച്. ഒന്ന് സംഘനൃത്തം, മറ്റൊന്ന് സോളോ ഡാൻസ്. സംഘനൃത്തം കൂടുതൽ ആളുകൾ ഒരേ സമയം വേദിയിൽ ഒരേ താളത്തിൽ നൃത്തം ചെയ്യുന്നതാണ്. സോളോ നൃത്തം ഒരാൾ ഒറ്റയ്ക്ക് ചെയ്യുന്നതുമാണ്. കേരളത്തിലെ UDF നേതാക്കളിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒരു സംഘനൃത്തമാണ്, അതല്ലാതെ ഒരു സോളോ നൃത്തമല്ല എന്ന് നേതാക്കളെ മുന്നിലിരുത്തി അവർക്കൊരു ക്ലാസ് കൊടുത്തിരുന്നു രാഹുൽ ഗാന്ധി. അവർക്കൊരു ട്രെൻഡ് സോളോ കളിക്കാനാണ്. അതായത് അത് അവർ പറഞ്ഞ് മനസ്സിലാക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി ചെയ്തു. പക്ഷെ അതൊക്കെ നേതാക്കൾ മറന്നിരിക്കുന്നു. അവരിപ്പോൾ സോളോ നൃത്തത്തിലേക്ക് മാറിയിരിക്കുന്നു. 3 ആർമികൾ ഏറ്റുമുട്ടുന്നതാണ് ഇന്ന് കേരളത്തിൽ നമ്മൾ കാണുന്നത്. ഒന്ന് KC ആർമി, ഒന്ന് VD ആർമി, പിന്നെ ഒന്ന് RC ആർമി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.